ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അതിസുന്ദരിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അടിനീൻ ചെടിയാണ്. അതിൻ്റെ ഫ്ലവർ കണ്ടോ, എന്തോ ഭംഗിയാണെന്നറിയാമോ. വളരെ സുന്ദരി ഒരു അടിനീൻ ചെടിയാണിത്. നല്ല ഭംഗിയാണ്. അത് അതിൻ്റെ കളേഴ്സ് പറഞ്ഞറിയിക്കാൻ വയ്യ, കാരണം പല നിറങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നൊരു കളറാണ്. ഇതിനകത്ത് കുറേ ഫ്ലവേഴ്സിൻ്റെ വിടർന്ന് വരുന്നത് ശരിക്കൊരു മൊട്ടാണ്. മൊട്ടുണ്ട് ഇതിനകത്ത്. മൊട്ടൊന്ന് ചെറുതായിട്ട് വിടർന്ന് വരുന്നുണ്ട്. ഇത് ഒരു അല്പം കൂടി വിടർന്നതാണ്. ഇത് നല്ലതുപോലെ വിടർന്നതാണ്. ഇതിനകത്തൊരു യെല്ലോ ഷെയ്ഡുണ്ട്. ഒരു നല്ല എന്ത് കളറാണ്, മെറൂൺ ആണെന്ന് പറയാം. അതിനകത്ത് വൈറ്റ് കളറിൻ്റെ സൈഡ്സൊക്കെ കണ്ടോ, നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഇതൊരു വൈറ്റ് കളറാണ്. ഇതിൻ്റെ അറ്റത്ത് വൈറ്റ് കളറാണ്. നല്ല നല്ല രസമുള്ള ഒരു അഡീനിയമാണ് ഇതിന് ഉൾവശം നല്ല മഞ്ഞ കളറാണ്. കാണാൻ പറ്റുമോ എന്നറിയില്ല, നോക്കിയാട്ടെ. ഒരു നല്ല മഞ്ഞ കളറാണ് അതിനുള്ളിൽ. ഈ മെറൂൺ ആണെന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തോ ഒരു നിറമാണെന്ന് എനിക്ക് തോന്നുന്നത്. മെറൂൺ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത് ഇത്തിരി കൂടി ലൈറ്റാണ്, പക്ഷേ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഡാർക്കാണ് ആ ഫ്ലവർ. എന്തായാലും നല്ല നല്ല രസമുള്ള ഇതളുകൾക്കെല്ലാം ഉണ്ടാവും വെള്ള നിറം കേട്ടോ. അതായത് നോക്കി, ഇതിനകത്തെല്ലാം ഉണ്ടാവും വെള്ള നിറം. നല്ല ഭംഗി. നല്ലതുപോലെ വിടരുമ്പോഴാണ് ആ വെള്ള നിറം നമുക്ക് എടുത്ത് അറിയാൻ പറ്റുന്നത്. ഈ വിടർന്ന് വരുന്നതിനകത്ത് അത്രയ്ക്കൊന്നും നല്ലപോലെ കാണാൻ പറ്റില്ല. നോക്കി, എന്നാലും ഉണ്ട്, കാണാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. നല്ല ഭംഗിയാണ്. നിറയെ പൂത്ത് നിന്നാൽ ഇതിപ്പം ഒരു നീളമുള്ള ചെടിയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. കാരണം അതിങ്ങനെ സ്പോഞ്ച് പോലെ ആയിപ്പോയി. എന്നാൽ നല്ല വെളിച്ചത്തിലും ഒക്കെ നിൽക്കുന്ന ചെടിയാണ്, പക്ഷേ അങ്ങനെ ആയിപ്പോയപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഇപ്പം നിറയെ ഒരു കൊമ്പ് നിറയെ പൂവും മൊട്ടും ഒക്കെയുണ്ട്. ഇതിപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു ബൊക്കെ പോലെ ആകും ഇത് നിറയെ പൂത്ത് കഴിഞ്ഞാൽ. ഈ ലീഫും കൂടി ഇല്ലെങ്കിൽ ചിലപ്പോൾ ലീഫ് കാണാൻ പറ്റാത്ത പോലെ ആയിരിക്കും അത് പൂക്കുന്നത്. അത് നല്ല ഭംഗിയുമാണ് കാണാൻ. ശരിയല്ലേ കൂട്ടുകാരെ? നല്ല രസമില്ലേ ഈ പൂ കാണാൻ?